സെൻട്രൽ സ്റ്റേഡിയത്തിൽ ഏകദേശം 15,000 പേർക്ക് ഇരിക്കാവുന്ന ഒരു പന്തലാണ് ഒരുങ്ങുന്നത്. അതിന്റെ വിസ്തൃതി തന്നെ മാറ്റുന്നതിന് വേണ്ടി, വലിയ പന്തലാക്കി മാറ്റുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു കൂടിയാലോചനകളൊക്കെ നടക്കുന്നുണ്ട്. ചീഫ് സെക്രട്ടറിയുടെ നേതൃത്വത്തിൽ ഇന്നൊരു അവലോകന യോഗം ഒക്കെ ചേർന്നിരുന്നു. സത്യപ്രതിജ്ഞാ ചടങ്ങ് വിപുലമായി ആഘോഷിക്കാൻ തന്നെയാണ് കോൺഗ്രസ് നേതൃത്വത്തിന്റെയും അണികളുടെയും തീരുമാനം. നേരത്തെ തന്നെ തമിഴ്നാട് മുഖ്യമന്ത്രിയായിട്ടുള്ള വിജയിയെ ക്ഷണിക്കുന്നതിന് വേണ്ടി തീരുമാനിച്ചിരുന്നു. ആ ക്ഷണം ഔദ്യോഗികമായി തന്നെ ചീഫ് സെക്രട്ടറി നൽകി എന്നുള്ള വിവരമാണ് നമുക്ക് ലഭിക്കുന്നത്. ഇന്ന് ഉച്ചയോടുകൂടി ഇമെയിൽ സന്ദേശത്തിലൂടെ കത്ത് കൈമാറിയിട്ടുണ്ട് ഔദ്യോഗികമായി. അത് നേരത്തെ തന്നെ വി ഡി സതീശൻ നിയുക്ത മുഖ്യമന്ത്രി അക്കാര്യം ആവശ്യപ്പെടുകയും ചീഫ് സെക്രട്ടറിയോട് ചെയ്തിട്ടുണ്ട്. ജയതിലക അതുമായി ബന്ധപ്പെട്ട് കത്ത് കൈമാറുകയും ചെയ്തിട്ടുണ്ട്. ഈ വിജയ്ക്കൊപ്പം തെലങ്കാന മുഖ്യമന്ത്രിയായിട്ടുള്ള രേവന്ത് റെഡ്ഡി, കർണാടക മുഖ്യമന്ത്രിയായിട്ടുള്ള സിദ്ധരാമയ്യ, ഉപമുഖ്യമന്ത്രി ഡി കെ ശിവകുമാർ എന്നിവർക്കും ഔദ്യോഗികമായിട്ടുള്ള ക്ഷണക്കത്ത് നൽകിയിട്ടുണ്ട്. അവർക്കൊപ്പം AICC-യിൽ നിന്നുള്ള നേതാക്കൾ അടക്കമുള്ളവർ, രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും ഖാർഖെ അടക്കമുള്ള നേതാക്കൾ ഈ പരിപാടിയിൽ പങ്കെടുക്കുമെന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. പ്രാദേശിക തലത്തിൽ